എൽ ക്ലാസിക്കോ. രോഹിത് ശർമ്മയും സാക്ഷാൽ MS ധോണിയും പ്ലേയിങ് 11-ൽ ഇല്ലാത്ത ഒരു മത്സരം. കഴിഞ്ഞ മത്സരത്തിലേറ്റ വൻ തോൽവിയുടെ ക്ഷീണം മാറ്റാനെത്തിയ മുംബൈക്ക് വീണ്ടും നിരാശ. IPL-ലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ 11 ബോൾ ബാക്കി നിർത്തി 8 വിക്കറ്റ് വിജയവുമായി ചെന്നൈ മുംബൈയെ വീഴ്ത്തി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസാണ് നേടിയിരുന്നത്. എവിടെയാണ് മുംബൈക്ക് പിടിച്ചത്? ചെന്നൈ കളി തൂക്കിയത് എങ്ങനെ? ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത മുംബൈക്ക് തുടക്കത്തിലെ പാളി. 1 റൺസെടുത്ത വിൽ ജാക്സിനെ തൂക്കി അൻഷുൽ കാംബോജ് കളി ചെന്നൈക്ക് അനുകൂലമാക്കി. മുംബൈ നിരയിൽ തിളങ്ങിയത് നമൻ ധീർ മാത്രമാണെന്ന് പറയാം. വിക്കറ്റുകൾ കൊഴിയുമ്പോഴും ഒരു ഭാഗത്ത് ഉറച്ചു നിന്ന് കളിച്ച താരം 37 പന്തിൽ 57 റൺസ് എടുത്തു. ഒപ്പം റയാൻ റിക്ലറ്റിന്റെ വെടിക്കെട്ടും തുടക്കത്തിലെ തകർന്ന മുംബൈയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചു. ഫോറുകളൊന്നുമില്ലാതെ 5 പടുകൂട്ടും സിക്സറുകളുടെ അകമ്പടിയോടെ 24 പന്തിൽ 37 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. സൂര്യകുമാർ യാദവും 12 പന്തിൽ 21 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. എന്നാൽ പിന്നാലെ എത്തിയ തിലക് വർമ്മയ്ക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും മുംബൈയുടെ സ്കോർ ഉയർത്തുന്നതിനായി ഒന്നും ചെയ്യാനായില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുത്ത് ചെന്നൈ ബൗളർമാർ മുംബൈയെ വരിഞ്ഞു മുറുക്കി. അൻഷുൽ കാംബോജ് തന്റെ മികച്ച ഫോം തുടരുന്നതാണ് ഈ മത്സരത്തിലൂടെ നമ്മൾ കണ്ടത്. 32 റൺസ് വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് താരം പിടിതെടുത്തത്. മധ്യ ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കാതെ 26 റൺസിന് 2 വിക്കറ്റ് എടുത്ത നൂർ അഹമ്മദിന്റെ പ്രകടനവും മുംബൈയെ വീഴ്ത്തി. ചെറിയ സ്കോർ പ്രതിരോധിക്കുമ്പോൾ തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. തുടക്കത്തിൽ ബുംറ ഇത് കൃത്യമായി ചെയ്തെങ്കിലും പിന്നീട് എത്തിയ ബൗളർമാർക്ക് അതിന് കഴിഞ്ഞില്ല. ബാറ്റിംഗിൽ അപകടകാരിയായ സഞ്ജുവിനെ 11 റൺസിൽ നിൽക്കെ ബുംറ പുറത്താക്കി മുംബൈക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. പിന്നീട് 1 വിക്കറ്റ് കൂടി മുംബൈ നേടി എന്നതിനപ്പുറം മറിച്ച് ഒന്നുമുണ്ടായില്ല. 3 ഓവറും 1 ബോളും മാത്രം എറിഞ്ഞ ട്രെന്റ് ബോൾട്ടിനും വിക്കറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല. 37 റൺസാണ് ട്രെന്റ് ബോൾട്ട് വിട്ടു നൽകിയത്. 2 വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടെങ്കിലും ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും കാർത്തിക് ശർമ്മയും മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി. വളരെ പക്വതയോടെ ബാറ്റ് വീശിയ ഇരുവരും മുംബൈ ബൌളിംഗ് നിരയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഗെയ്ക്വാദ് 48 പന്തിൽ 67 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ കാർത്തിക് ശർമ്മ 40 പന്തിൽ 54 റൺസ് നേടി മികച്ച പ്രകടനം പുറത്തെടുത്തു. ഇവരുടെ ഈ വിജയ കൂട്ടുകെട്ടാണ് 11 പന്തുകൾ ബാക്കി നിൽക്കെ ചെന്നൈയെ അനായാസ വിജയത്തിലെത്തിച്ചത്. ഇതോടെ ഈ സീസണിലെ 2 മത്സരങ്ങളിലും മുംബൈ ചെന്നൈയോട് ദയനീയ തോൽവികൾ ഏറ്റുവാങ്ങി. ഇന്ന് 8 വിക്കറ്റിനാണ് തോൽവിയെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ 103 റൺസിന്റെ തോൽവിയാണ് മുംബൈ ഏറ്റുവാങ്ങിയത്. നിലവിലെ മുംബൈയുടെ പ്രകടനം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്?